ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു വലിയ കാര്യം പറയാൻ വേണം. വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ കേരളത്തിൽ വലിയ സംഭവമാക്കി നടക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ വലിയ സംഭവമാക്കി നടക്കുന്നുണ്ട്. വിദേശ ഫണ്ട് ഇവിടെ കേന്ദ്ര സർക്കാർ എന്തോ വിദേശ ഫണ്ടിന് FCRA അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നല്ലേ. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ കേന്ദ്ര സർക്കാർ ബില്ലൊക്കെ പാസ്സാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ ഇരു മുന്നണികളും അതുപോലെ തന്നെ ചില മതസംഘടനകളൊക്കെ വലിയ ബഹളത്തിലാണ്. എന്തിനാണ് ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞ് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മുഗളന്മാരും മറ്റ് പലരും വന്ന് ഇന്ത്യയുടെ സംസ്കാരത്തെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ചു. ഇവിടുത്തെ ഗ്രന്ഥശാലകൾ, വിദ്യാഭ്യാസങ്ങളോ അല്ല വികസന പ്രവർത്തന എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളൊക്കെ ഇവർ തകർത്തിട്ട് ഇവർ പോയി. അവസാനം വന്ന ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പലതും മോടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ, ഇതങ്ങ് ചണ്ടിയാക്കി, ഈ ഭൂമി അങ്ങ് ചണ്ടിയാക്കിയിട്ട് ഇവിടെ ഒരു വികസനം വരാത്ത രീതിക്ക് ആക്കിയിട്ടിട്ട് പോയി. എന്നിട്ട് സായിപ്പന്മാർ ലണ്ടനിൽ പോയതിന് ശേഷം അവന്മാർ ഇന്ത്യ ഇങ്ങനെ വിഷമിച്ച് ഇന്ത്യ ഇങ്ങനെ ആക്കണ്ടെന്ന് കരുതിയിട്ട് അവർ കുറേ മണി ഓർഡർ മറ്റേ ജഗദീഷ് കിലിക്കത്തി പറയുന്നുണ്ട്, ഞാൻ സിംഗപ്പൂരിൽ പോയിട്ട് കുറച്ച് മണി ഓർഡർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സായിപ്പന്മാർ ആ മണി ഓർഡർ ഇന്ത്യയിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ് പോയ ശേഷം അവർ കൈയും കണക്കുമില്ലാതെ മണി ഓർഡർ അയച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസം, എഞ്ചിനീയറിങ്ങും മറ്റതും പല മേഖലയിലും അവരാണ് നമ്മളെ സഹായിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കൈയും കണക്കും ഇല്ലാതെ വന്ന മണി ഓർഡർ ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനം പറഞ്ഞു, ശരി നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പോൾ ഈ രാജ്യത്തിന് സേവിക്കാൻ വേണ്ടിയിട്ടല്ലേ ബ്രിട്ടീഷുകാരും മറ്റ് പല സ്ഥലത്തു നിന്നും ഇവിടുന്ന് ഫണ്ട് വരുന്നത്. ഒരു കാര്യം ചെയ്യും, അത് നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് നടത്താം. ഇവിടുത്തെ സർക്കാരും നിങ്ങളും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നിയമപരമായിട്ട് ഈ ഫണ്ട് വരുന്നതിനൊക്കെ നമുക്ക് നിയമത്തിൻ്റെ പരിധിയിലൂടെ കൊണ്ടുവന്ന് ഇവിടുത്തെ നല്ല വിദ്യാഭ്യാസം മറ്റു മേഖലയെല്ലാം നമുക്ക് വികസിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവർ പറയുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റില്ലെന്ന്. എന്താണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റാത്ത കാര്യം? വിദേശ ഫണ്ടുകൾ വന്ന് സഹായിക്കാൻ പറ്റാത്തത് സർക്കാർ വഴി സഹായിക്കാം. സർക്കാരിന് കണക്ക് കൊടുത്താൽ പോരെ. ഇതിൽ പിന്നെ വേറൊരു കാര്യമുണ്ടേ, സേവാഭാരതി വാങ്ങിക്കുന്നുണ്ട്, മാതാ അമൃതാനന്ദമയുടെ ട്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. എന്തിന്? നമ്മുടെ ശിവഗിരിയിലെ ട്രസ്റ്റ് വരെ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ പല സംഘടനകളും ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവർക്കെല്ലാം ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും നടന്ന് കൃത്യമായിട്ട് പോകാൻ വേണ്ടി ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയപ്പോൾ അതിനെ എതിർക്കുന്നതിൻ്റെ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല. അതിപ്പോൾ കേരളത്തിൽ ഇരുന്നിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു കളിപ്പീരാണ്, അല്ലെങ്കിൽ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് കൃത്യമായിട്ട് അറിയാം. അതിന് വേറെ എങ്ങും പോകണ്ട. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരു അമേരിക്കക്കാരനെയും കുറച്ച് ഉക്രൈൻകാരനെയും അതുപോലുള്ള തീവ്രമായി ബന്ധപ്പെട്ട് നോർത്ത് ഈസ്റ്റിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് കുറേ NGO ഫണ്ടൊക്കെ വാങ്ങിച്ചിട്ട് യവന്മാർ മിസൈൽ വരെ അവിടെ ഉണ്ടാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിസൈൽ, എന്തോരം ഡ്രോണുകൾ